എടാ ഒറ്റ വോട്ട് പോലും പുറത്തു പോകരുത്, എല്ലാത്തിനും പിടിച്ചോളാം. ആ ചന്ദ്രു, ആ നമ്മുടെ ചിഹ്നം അറിയാലോ, ക്ലോസറ്റ്. എനിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേതാവിനോട് പറഞ്ഞായി. അതെ, എല്ലാം സോൾവ് ആക്കി തരും. ആ മുതലാളി ഒന്നല്ല, ഈ പ്രാവശ്യം ക്ലോസറ്റ് ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഓ മുതലാളിന്നൊന്നും പറയല്ലേ, ഞാൻ നിങ്ങളുടെ സ്വന്തം നിധിനല്ലേ. നേതാവ് നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലല്ലേ. ഇലക്ഷൻ തുടങ്ങുന്നതിന്റെ നിങ്ങളുടെ വികസനം കാണുന്നുണ്ട്. റോഡ് നന്നാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും ഓട്ടവും 5 വർഷത്തിന് മുമ്പ് കാണാത്തവരൊക്കെ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേതാവിനെ സമീപിച്ചേ. നേതാവിന് എല്ലാത്തിനും നേതാവുണ്ട്. അത് ശരി, എന്റെ പുകയില്ലാത്ത അടുപ്പ് എന്ത് ചെയ്യേ? ഓ അത് പാസ്സായില്ലേ? എടാ എന്താ ഇത്? കക്കൂസ പാസ്. ഓ കക്കൂസ് കിട്ടിയില്ലേ? അതിനിപ്പോ എന്താ, സ്വന്തമായിട്ട് കക്കൂസായില്ലേ? അടുപ്പിൽ പുകയില്ലാതെ കക്കൂസ് വെച്ചിട്ട് ഞാൻ എന്താക്കാൻ? ശരിയാക്കാം, എല്ലാം ശരിയാക്കാം. അതിനൊക്കെയല്ലേ ഈ നേതാവുള്ളത്. മറക്കാണ്ട് ക്ലോസറ്റ് തന്നെ കുത്തിയാ മതി. നിനക്കൊക്കെ നാണമില്ലേ? കൊക്ക് തലപൊക്കി കാണിക്കുന്ന പോലെ വന്നോളൂ. 5 വർഷം കഴിഞ്ഞിട്ട് ഒരു ഉലിപ്പിൽ അത് പിന്നെ ഇറങ്ങി വന്നേക്കുന്നു. പോയടാ പോട്ടെ. ചേട്ടൻ്റെ ഒരു തമാശ. ചേട്ടൻ ഈ വീട്ടിലുള്ള 5 പേരിലും ക്ലോസറ്റിൽ തന്നെ കുത്തിയേക്കണേ. 2 വോട്ടും ക്ലോസറ്റിൽ തന്നെ. നേതാവിന്റെ വീട് പണിയുണ്ട്, ഒന്ന് എന്തേലും ഒന്ന് ബുക്ക് തരണം. അതൊക്കെ ശരിയാക്കാം. അടുത്ത പാലം പണി തരട്ടെ. പാലം? ഇവിടെ തോടും പണിയില്ലാത്ത പാലം. നമ്മളിപ്പോ റോഡ് പണിതില്ലേ, അതിപ്പോ തോടാവും. അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ പാലം പണിയാം. മുതലാളി